ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി കാര ചട്നിയും തേങ്ങാ ചട്നിയും ആണ്. ഫസ്റ്റ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കാര ചട്നിയാണ്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇവയെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു 3 വറ്റൽ മുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ പരിപ്പെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നന്നായി ഇത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പരിപ്പെല്ലാം ഏകദേശം നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു വലിയ സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റുക. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളിയാണ്. വലിയ അല്ലി വെളുത്തുള്ളി 2 എണ്ണം നെടുകെ കീറിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ സവാള ഒന്ന് നന്നായി വഴന്നു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടാണ്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ തക്കാളിയെല്ലാം ഒന്ന് മാഷായി കിട്ടുന്ന സമയം വരെ നമുക്കിതിങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ ചട്നി എന്ന് പറയുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഹോട്ടലിലെല്ലാം പോകുന്ന സമയത്ത് ഈ ചട്നി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ അതേ സ്റ്റൈലിൽ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തക്കാളിയെല്ലാം നന്നായി മാഷായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണിയാനായി ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം വാളൻ പുളിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നമുക്ക് അവസാനം വറുത്തിടാവുന്നതാണ്. ഇനി ഇതിനൊപ്പം നമ്മൾ തേങ്ങാ ചട്നി കൂടി ഒന്നിച്ച് ഉണ്ടാക്കിയതിന് ശേഷമാണിത് വറുത്തിടുന്നത്. ഇനി നമുക്ക് തേങ്ങാ ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള കഷ്ണം ഇഞ്ചിയും 4 പച്ചമുളകും 3 ഇല കറിവേപ്പിലയും 1 കഷ്ണം പുളിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുക്കുക. നല്ല മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തരിതരിപ്പോടെ തന്നെ ഉണ്ടാവുമ്പോഴാണ് ചട്നിക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു ജാറിലേക്ക് മാറ്റുകയാണ്. മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നെല്ലാം ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ 2 ചട്നിയും ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് വറുത്തിടുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽ മുളക് നെടുകെ കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തതിന് ശേഷം നമ്മൾ ഇത് ചട്നിയിലേക്ക് താളിച്ചു കൊടുക്കുകയാണ്.
ഇപ്പോൾ നമ്മുടെ കാരാ ചട്നിയും തേങ്ങാ ചട്നിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.